ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. പഴയ നിയമത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:4 മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്. യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, യഹോവ എന്നോട് സംസാരിച്ചത് ഇപ്രകാരമായിരുന്നു: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെക്കുറിച്ച് അറിഞ്ഞു. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താ? നീ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നീ ഗർഭാശയത്തിൽ നിന്ന് പുറത്ത് ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപേ ദൈവം എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. ഭൂമിയിൽ വന്നതിന് ശേഷമല്ല, ഗർഭാശയത്തിൽ പുറത്തു വരുന്നതിന് മുൻപേ അല്ല, ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പുറത്തു വരുന്നതിന് മുൻപേ നമ്മളെയും വിശുദ്ധീകരിച്ചു എന്നാണ് ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ജനതകൾക്കൊരു പ്രവാചകനായി നിയമിച്ചു. ദൈവം ഓരോ മക്കളെയും വിശുദ്ധീകരിക്കുന്നതും വിളിക്കുന്നതും ഭൂമിയിൽ വന്നതിന് ശേഷമല്ല, നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ച് ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ദൈവം നമ്മൾ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു. ഇനിയൊരു വിശുദ്ധീകരണമില്ല, വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ ജനതകൾക്കൊരു പ്രവാചകനായി നിയമിച്ചു. ദൈവം തെരഞ്ഞെടുത്തവനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ പ്രവാചകന്മാരായി ദൈവം വിശുദ്ധീകരിച്ചു എന്ന് നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ, ഇവിടെ യിരെമ്യാവിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മളത് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ സങ്കല്പിക്കണം, വിശ്വസിക്കണം. ഇത് എന്നെക്കുറിച്ചാണ് എൻ്റെ ദൈവം സംസാരിച്ചത്. ഞാൻ അങ്ങനെയാണ് വേദപുസ്തകം വായിക്കുമ്പോഴേക്ക്, എത്ര വലിയ പ്രവാചകന്മാരെ കുറിച്ച് പലതും വേദപുസ്തകം എന്നെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്, എന്നെക്കുറിച്ച്. അത് നിങ്ങളും വിശ്വസിക്കണം. അപ്പോൾ ഞാൻ, അയ്യോ യഹോവയായ ദൈവം, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഞാനൊരു കൊച്ചു പയ്യനാണ്, എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല, അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് ദൈവത്തോട് യിരെമ്യാവ് അങ്ങോട്ട് പറയുകയാണ്. അതിന് ദൈവം എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. നീ കൊച്ചാണ്, നിനക്ക് അറിവില്ല, അറിഞ്ഞുകൂടാ, വിദ്യാഭ്യാസമില്ല എന്നൊന്നും നീ പറയരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ കണ്ടിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നമ്മൾ ഭൂമിയിൽ വന്നതിന് ശേഷമല്ല, വരുന്നതിന് മുൻപേ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് പറയാം, അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയും. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കുകയും വേണം. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഏവരുടെ അടുക്കൽ ഞാൻ നിന്നോട് പോകാൻ പറയുമ്പോൾ നീ പോകണം. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നതൊക്കെ നീ സംസാരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, വേറൊരു സ്ഥലത്ത് മോശയോട് പറയുമ്പോൾ മോശ പറഞ്ഞല്ലേ, എൻ്റെ നാവിന് വിക്കുണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. നിന്റെ വായോടുകൂടെ ഞാനുണ്ട്, നിന്റെ വായിലൂടെ ഞാൻ സംസാരിക്കാമെന്ന് മോശയോട് പറഞ്ഞ ദൈവം തന്നെയാണ് ഇവിടെ യിരെമ്യാവിനോടും പറയുന്നത്. നീ ബാലനെന്ന് നീ പറയരുത്. ഞാൻ പറഞ്ഞു വിടുന്ന സ്ഥലത്ത് നീ പോകണം. ഞാൻ പറയുന്നതൊക്കെ നീ സംസാരിക്കണം. കാര്യം നമ്മളെ കർത്താവ് വിശുദ്ധീകരിച്ചതാണെങ്കിൽ നമ്മൾ എപ്പോൾ എന്ത് പറയണമെന്ന് നമ്മൾ ആലോചിച്ചൊന്നും വെക്കണ്ട. പോകാൻ പറഞ്ഞാൽ പോകുക. വായ തുറക്കുമ്പോൾ നമ്മുടെ വായിലൂടെ ദൈവം സംസാരിക്കും. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് നിന്നു കൊടുത്താൽ മതി. ഹല്ലേലൂയ. നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കാൻ വേണമെന്ന് പറഞ്ഞു. നീ അവരെ ഭയപ്പെടരുത്. ദൈവം ഒരു സ്ഥലത്ത് നമ്മളോട് പോകാൻ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ കർത്താവിൻ്റെ അരുളപ്പാട് അനുസരിച്ചാണ് യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഒരു മനുഷ്യനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കണ്ട, ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആര് നമുക്ക് പ്രതികൂലമായി നിൽക്കും? ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. പിന്നെ ഈ ലോകത്ത്, ഈ അഖിലാണ്ടത്ത് വേറെ ആർക്കും നമുക്ക് പ്രതികൂലമായി നിൽക്കാൻ പറ്റത്തില്ല.
നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ് നമുക്ക് അനുകൂലമായുള്ളത്. നീ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോകുക. ദൈവത്തിൻ്റെ വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. മനുഷ്യനിൽ ആശ്രയിക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം കേട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അവൻ രക്ഷപ്പെടും. അവൻ രക്ഷ കാണും. ഇവിടെ പറയുന്നത്, നീ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ടെങ്കിൽ എന്ന് യഹോവ അരുളി ചെയ്തു. എവിടെ പോലും നിനക്ക് എന്ത് കഷ്ടപ്പാടാണോ, വേദനയാണോ, നിരാശയാണോ, ദുഃഖമാണോ, കണ്ണുനീരാണോ, നീ ഭയപ്പെടേണ്ട. അതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇതിന് നമ്മളോടാണ് ദൈവമക്കളെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ യഹോവയുടെ കൈ നീട്ടി എൻ്റെ വായെ സ്പർശിച്ചിട്ട് പറയാ, എന്നോട് അരുളി ചെയ്ത്, ഞാൻ എൻ്റെ വചനങ്ങൾ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം നമ്മുടെ വായിലാണ് തന്നിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകനോട് പറയാം, ഞാൻ നിന്നെ വിടുവിക്കാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കൈ നീട്ടി എൻ്റെ വായെ സ്പർശിച്ചു, എന്നോട് അരുളി ചെയ്തത്, ഞാൻ എൻ്റെ വചനങ്ങൾ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നമ്മൾ വായി തുറന്നാൽ നമ്മുടെ വായിലൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നതല്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ എന്ത് പറയണമെന്ന് ആലോചിച്ചു പോയതൊന്നും നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മോട് പറയുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൈ നീട്ടി എൻ്റെ വായെ സ്പർശിച്ച് എന്നോട് അരുളി ചെയ്ത്, ഞാൻ എൻ്റെ വചനങ്ങൾ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മുടെ വായിൽ തന്നിരിക്കുന്നു. അത് നമ്മൾ പോകുക, നമ്മൾ പറയേണ്ടത് എന്താണെന്ന് അവിടെ ചെന്നെത്തിയിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുക. എന്തിനാണ്? ചില സ്ഥലത്ത് പൊളിക്കാനുണ്ടാകാം, ചില സ്ഥലത്ത് പണിയാനുണ്ടാകാം, ചില സ്ഥലത്ത് നേരെ ആക്കാനുണ്ടാകാം. ഇവിടെ പറയും, നോക്കുക. എന്തിനാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിൽ തന്നിരിക്കുന്നത്? കേൾക്കാം. നിർമൂല്യമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാൻ വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജനതകളുടെ മേലും രാജ്യങ്ങളുടെ മേലെയും നിയോഗിച്ചിരിക്കുന്നു. ജനതകളുടെ മേലെ, ഒരു രാജ്യത്തിൻ്റെ മേലെയാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെ നിയമിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഒരു ജനതയെ പിടിച്ചെടുക്കാനുണ്ട്. ദൈവത്തിനൊരു ജനതയെ യഥാർത്ഥ രക്ഷ എന്താണെന്ന് കാണിക്കാനായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവം പറയാ, നിന്റെ വായിലൂടെ ഞാൻ എൻ്റെ വചനം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൈ നമ്മുടെ വായെ തൊടുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിൽ തന്നിരിക്കുന്നു. എന്തിനാണ്? നിർമൂല്യമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണയുവാനും നടുവാൻ വേണ്ടി ഞാൻ ഇന്ന് ജനതകളുടെ മേലെ രാജ്യങ്ങളുടെ മേലെ നിയോഗിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തെ വീണ്ടെടുക്കുവാൻ ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. നിങ്ങളിലൂടെയാണ് ദൈവം രക്ഷാമാർഗത്തിന്റെ വഴി കാണിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്ന മക്കളുടെ മേലെ അവിശ്വാസമുണ്ടാവരുത്. ദിനംതോറും ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ പാട്ടുപാടി മഹത്വപ്പെടുത്തണം. ദൈവത്തെ ആരാധിക്കണം. ദൈവവചനം വായിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിൽ തന്നിരിക്കുന്നു. തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിലൂടെ പ്രവർത്തിക്കേണ്ടേ. ഇടിക്കേണ്ടതിനെ ഇടിക്കണം, പൊളിക്കേണ്ടതിനെ പൊളിക്കണം, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കണം, നടേണ്ടതിനെ നടണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഭൂമിയിൽ ജീവനോടിരിക്കുന്നത്. പല സ്ഥലത്തും പലതും സംഭവിക്കുമ്പോഴും കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത് കർത്താവിനൊരു രാജ്യത്തെ നേടാനാണ്, ഒരു ദേശത്തെ വീണ്ടെടുക്കാനാണ്, ഒരു ജനത്തെ വീണ്ടെടുക്കാനാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധി, ദൈവം വിളിച്ച വിശ്വസ്തരായ മക്കൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാണെന്ന് തീർച്ചയായും യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞത് തന്നെ ഇന്ന് ദൈവം ഈ ദൈവവചനം കേട്ട നിങ്ങളോടാണ് ദൈവം പറയുന്നത്. നിങ്ങളെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് ദൈവം നമുക്ക് ചെയ്തു തരും. അതുകൊണ്ടാണ് ബൈബിൾ തന്നെ, ഇതാ ഉദയസൂര്യൻ നിന്നിൽ ഉദിച്ചിരിക്കുന്നു, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ മേലാണ് പ്രകാശം വന്നിരിക്കുന്നത്. നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. നീ എഴുന്നേറ്റ് നിൽക്കണം. നീ എഴുന്നേൽക്കണം. ആർക്ക് വേണ്ടി? യേശു ക്രിസ്തുവിന് വേണ്ടി നീ എഴുന്നേൽക്കണം. പിറകിലും മുൻപിലും അല്ല, പിമ്പിലും പിറകിലൊക്കെ നമ്മളെ കുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അതല്ല നോക്കേണ്ടത്. നമ്മളെ വിളിച്ചത് എന്തിനാണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ മുൻപോട്ട് പോകണം. നമ്മൾ യേശുവിനോട് യാത്ര ചെയ്യണം. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ആര് നിൽക്കും? ആർക്കും പറ്റത്തില്ല.
കർത്താവാണ് വിശുദ്ധീകരിച്ചത്. കർത്താവാണ് നമ്മുടെ വായെ തൊട്ടിരിക്കുന്നത്. കർത്താവാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത്. നമ്മളോട് പോകുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ പോകണം. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നല്ല, കർത്താവിൻ്റെ ശബ്ദത്തിനായി ചെവി കൊടുക്കണം. കർത്താവിന് നമ്മളെക്കുറിച്ച് എന്താണ് ഉദ്ദേശം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ് വേണ്ടത്. അവിടെയാണ് പ്രത്യാശയുള്ള മക്കളായി നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരും. ആ പരീക്ഷയോടുകൂടെ ദൈവം ഒരു പോക്ക് വഴിയും കൂടെ കണ്ടിട്ടുണ്ട്. 1 കൊരിന്ത്യരിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയോടുകൂടെ നിങ്ങൾക്കൊരു പോക്ക് വഴിയും കൂടെ ഞാൻ കരുതിയിട്ടുണ്ടെന്ന്, അല്ലേ? പരീക്ഷകൾ ജീവിതത്തിൽ വരും. പരീക്ഷകൾ വരാതിരിക്കത്തില്ല. ആ പരീക്ഷകളെല്ലാം എഴുതി പാസ്സാകാനാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. ഹല്ലേലൂയ. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരും. പ്രതിസന്ധികളില്ല എന്ന് പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് എത്രമാത്രം ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചതിൽ 3.5 വർഷ ശുശ്രൂഷയോടുകൂടെ എത്രമാത്രം പ്രതിസന്ധികൾ അനുഭവിച്ചതാണ്. അതിൻ്റെയൊക്കെ ഒരു കടുകുമണി പോലും നമ്മൾ വേദനിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ അതൊക്കെ ചിന്തിക്കണം. നമ്മുടെ പരീക്ഷകൾ വരുന്നത് ആ പരീക്ഷയിലൂടെ ഒരു പോക്കുവഴി, അതിനെ പാസ്സാക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ഹിതത്തിനൊത്ത് ജീവിച്ച് ദൈവം വിളിച്ചതനുസരിച്ച് മുന്നോട്ട് പോകണം. തീർച്ചയായും ഒന്നിനും ഒരു മുട്ടും ഉണ്ടാകത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മുടെ ദൈവത്തിന് പറ്റും. ദൈവമക്കളെ, നാളെ എന്നുള്ളത് ദൈവകരത്തിലാണ്. ഇന്ന് ദൈവം നന്നായി പുലർത്തി, ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ദൈവം നമ്മളെ നന്നായി കരുതി, ഇന്ന് നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. നാളെയുള്ളതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട, അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, ഈ വചനം സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചതിനായി സ്തോത്രം. നാളെ എന്നുള്ളത് ദൈവകരത്തിലാണപ്പ. അങ്ങ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് വിശ്വസ്തനാണ് കർത്താവേ. ഞങ്ങൾ പോകേണ്ട വഴി ഇന്നതാണെന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു തരുമെന്ന് നല്ല പ്രത്യാശയുണ്ട് കർത്താവേ. ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് നാളെയും നടത്താൻ പറ്റുമെന്ന് ദൈവജനങ്ങൾ എപ്പോഴും വിശ്വസ്തരായി ഇതുപോലെ വായുതോർന്ന് പറയുവാൻ ഇടവരുത്തണമേ അപ്പ. എല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും മാറ്റി സകലതും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ. കർത്താവിൻ്റെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.